ചപ്പാത്തിക്ക് കഴിക്കാനായി ഇന്നൊരു ക്യാപ്സിക്കം പൊട്ടറ്റോ മസാല നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ വെച്ച് രുചികരമായ ഒരു ക്യാപ്സിക്കം ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കാം. അരിഞ്ഞ് തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില, നാരങ്ങ ഇത്രയും വെച്ച് നമുക്ക് ക്യാപ്സിക്കം പൊട്ടറ്റോ മസാല തയ്യാറാക്കാം. മസാല ഐറ്റംസ് ഞാൻ പുറകെ കാണിക്കുമ്പോൾ അത് തയ്യാറാക്കുമ്പോൾ കാണിക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ചെറുജീരകം ഇട്ട് കൊടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴന്ന് കിട്ടാൻ അല്പം ഉപ്പ് കൂടി ചേർക്കാം. സവാള എണ്ണയിലൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ഉപയോഗിക്കാൻ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, ഗരം മസാല 1/4 സ്പൂണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ഇതിനകത്തിലേക്ക് നമുക്ക് വേണ്ടുന്ന ഐറ്റംസ്, മസാല ഐറ്റംസ്. അപ്പം നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മസാലയുടെ പച്ചച്ചവയൊന്ന് മാറിക്കിട്ടി നന്നായിട്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഒരു തക്കാളി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി വെച്ച് ഇത് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാവൂ. കാരണം ക്യാപ്സിക്കത്തിന് വേവ് കുറവാണ്. ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി ടൈം എടുക്കും വെന്ത് കിട്ടാൻ. ഇത് എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കണം. ഈ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന വെജിറ്റബിൾ മസാലകളെല്ലാം നമ്മൾ എണ്ണയിലാണ് വേവിക്കേണ്ടത്. വെള്ളം ഒഴിച്ച് വേവിച്ചാൽ അതിന് ടേസ്റ്റ് കുറയും. ഇനി എണ്ണ കുറച്ച് ഉപയോഗിക്കേണ്ടവരെ ആവിയിൽ വേവിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്ത്, കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുത്ത് ഉപയോഗിക്കാം. പൊട്ടറ്റോ മസാലയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റിലൊന്ന് വെന്ത് കിട്ടണം. ചെറുതീയിൽ വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഏകദേശം മസാലയിൽ കിടന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി വീണ്ടും ആവിയിൽ വേവാൻ നമ്മൾ അടച്ചു വയ്ക്കുക.
ഉപ്പും മസാലകളുമൊക്കെ ക്യാപ്സിക്കത്തിലും ഉരുളക്കിഴങ്ങിലും നന്നായിട്ട് പിടിച്ച് ഒന്ന് വെന്ത് കിട്ടണം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ക്യാപ്സിക്കം മസാല ഏകദേശം പാകമായി കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം മസാലയുടെ രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഗരം മസാലയൊക്കെ ഇടുമ്പോൾ ഒരു വല്ലാത്ത ഒരു തരം അരുചി നമുക്ക് ഫീൽ ചെയ്യും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാനീര് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് മല്ലിയില കൂടി തൂവിക്കൊടുക്കുക. അപ്പം നമ്മുടെ ക്യാപ്സിക്കം ഉരുളക്കിഴങ്ങ് മസാല റെഡിയായിരിക്കുകയാണ്. ചപ്പാത്തിക്ക് നല്ല ഒരു വിഭവമാണ്. ചോറിനൊന്നും, നാടൻ ചോറിനൊന്നും കൊള്ളില്ല. ചപ്പാത്തിക്ക് വലിയൊരു വിഭവമാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.